ഉമ്മയില്ല, ഉപ്പയില്ല, രാജയില്ല, കുടുംബമില്ല, കൊട്ടാരമില്ലാത്ത എനിക്കാണോ രാജകുമാരനെ തരേണ്ടത്? രാജാവിനിക്കല്ലേ? ഇയാള് പാഞ്ഞിട്ടായി രാജാവിന്റെ അടുത്ത് ഇയാളെത്തി. എന്തായിരാ രാജാവിന്റെ രാജപീരാന്ത മന്ത്രിമാർ മന്ത്രിപീരാന്ത ഉപമല്ല, ഉമ്മയില്ല, നാടില്ല, കൂട്ടില്ല, കുടുംബമില്ല, നക്കാ നിങ്ങളെ മോളെ തരണ്ടേ രാജാവിനിക്കല്ലേ? ഇപ്പൊ നിക്കെന്തായി? അല്ല, അവിടുന്ന് കിട്ടിയ മറുപടി വേറെ കിട്ടിയിട്ടില്ല. ഉത്തര അപ്പോഴാണ് സുഹറ രാജകുമാരി, അപ്പ ഞാൻ ഇപ്പൊ ആത്മഹത്യയാക്കുക, ഒരു 5 മിനിറ്റ് ലേറ്റ്. ഓ, നീ ബണ്ണ ജയിച്ചേ, തലപിടക്കായി. അബ്ദുൽ ലത്തീഫ് രാജാവ് നേരെ പോയിട്ട് ഹക്കീം സാഹിബിനോട് പറഞ്ഞു, ഹക്കീം സാഹിബെ, അബ്ദുൽ ലത്തീഫിനെ നല്ല ബഹുമാനിക്കും. നിങ്ങൾ എന്റെ മോളെ അല്ല എന്റെ മോളെ നിങ്ങൾ കല്യാണം കഴിഞ്ഞെങ്കിൽ എന്റെ മോളെ എനിക്ക് ബാക്കിയാവും. അതല്ലെങ്കിൽ അവൾക്ക് മുന്നത്തതിനേക്കാൾ വലിയ സീക്ക് വരും, രോഗം വരും, അവൾ ആത്മഹത്യ ചെയ്യും. എന്റെ മോളെ നിങ്ങൾ കൊല്ലുന്നോ കല്യാണം കഴിക്കുന്നോ? എന്ത് ചെല്ലണോ? മംഗലായില്ലെങ്കിൽ ഓ മരിക്കും, മംഗലായെങ്കിൽ ഞാൻ മരിക്കും. എന്താവും? എന്റെ മോളെ നിങ്ങൾ കല്യാണം കഴിക്കുന്നോ ഇല്ല? ആ സമയത്തിലാണ് ഹക്കീം സാഹിബ് പറഞ്ഞു, രാജാവേ, നിങ്ങളെ മോളെ സുഹറാനെ ഞാൻ കല്യാണം കഴിക്കാൻ തയ്യാർ. സുബ്ഹാനല്ലാഹ് പറയണ്ട, അപ്പൽ ഡെറ്റ് ഫിക്സാക്കി. അതാ സുഹറ രാജകുമാരി ഹക്കീമിന്റെ ഡോക്ടറെ ഒരു കല്യാണം നടക്കുന്നു. എങ്ങനെ? യാ സുഹറ യാ സുഹറ യാ സുഹറ മർഹബാ മർഹബാ പുതുക്ക പെണ്ണിൽ മർഹബാ 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 പുതുക്ക പെണ്ണിൽ മർഹബാ പട്ട് സാരിയുടുത്ത് നിന്ന പെണ്ണ് സുഹറബ നിന്റെ കല്യാണ രാവിതല്ലേ പുഞ്ചിരിച്ചു വാ യാ സുഹറ യാ സുഹറ യാ സുഹറ മാണിക്കക്കല്ലേ മാണിമ്പപ്പൂവേ മാതകത്തേനിൻ മലരിമ്പ ജീവേ മംഗല്യ രാവിൽ കനവ് കാണുന്നു മർഹബാ എന്റെ രാവിലെ രാവായി മണിയറ നാളിൽ നിന്നാണ് പൂമോളെ നിന്നെ തേടി വരും ബഹുജോറുള്ള ഹക്കീം സാഹിബണയുന്നേ യാ സുഹറ യാ സുഹറ യാ സുഹറ മർഹബാ മർഹബാ പുതുക്ക പെണ്ണേ മർഹബാ 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 പുതുക്ക പെണ്ണേ മർഹബാ പട്ട് സാരിയുടുത്തു നിന്ന പെണ്ണെ സുഹറബ നിന്റെ കല്യാണ രാവിതല്ലേ പുഞ്ചിരിച്ചു വാ യാ സുഹറ യാ സുഹറ യാ സുഹറ അങ്ങനെ അതാ ഒരു ദിവസം ഫിക്സായി. യമന് നാട്ടിലെല്ലാം സന്തോഷമാണ്. രാജകുമാരിയായ സുഹറാന ഹക്കീം സാഹിബാണ് കല്യാണം കഴിക്കുന്നത്. രാജാവിന്റെ വീട്ടിന്റെ മുറ്റത്തിൽ വലിയ പന്തളൊക്കെ റെഡിയായി. അതാ ദിവസങ്ങൾ വന്ന് രാജാവിന്റെ മംഗലം പറയണ്ട, അത് പറഞ്ഞെങ്കിൽ ഇത്രയും പറയാം. ലക്ഷക്കണക്കിലുള്ള ആൾക്കാർ ഒരുമിച്ച് കൂടി കൊട്ടാരത്തിന്റെ മുകളിൽ ഒരു മുറിയില് പട്ട് ശാരി ഉടുത്ത് മല്ലിക പൂവ് വെച്ച് കയ്യിലേക്ക് മൊയിലാഞ്ചിട്ട് പണ്ടത്തെ പേസനതാണ് കസവിന്റെ കരയിലുള്ള ചെരുപ്പം ഇട്ടിട്ട് രാജകുമാരി സുഹറ പുതുമണവാട്ടി. ഇപ്പൊ നിക്കാഹ് കഴിഞ്ഞിട്ട് എന്റെ പുതിയ അപ്പളന്റെ അടുത്ത് വരും. എന്നെ കാണുമ്പോ വലിയ നിക്കോണ്ടായി. ഇന്ന് അയാളെ ഞാൻ പേടിപ്പിക്കും. എന്റെ പ്രിയപ്പെട്ടവർ അൽഹംദുലില്ലാഹ് എന്ത് സുന്ദരനായ പുതിയ അപ്പളയാണ്, എത്ര വലിയ നിസ്കാരക്കാരനാണ്, നല്ല ഒരു വ്യക്തിയാണ്. സന്തോഷത്തോടുകൂടെ ഇരിക്കുമ്പോഴതാ താടെ നിക്കാഹിന്റെ കട്ടിൽ വെച്ച് കുടം വിരിച്ച് ഖാദിമാർ തങ്ങന്മാർ വന്ന് VIP കസാലകളിലൊക്കെ ഇരുന്ന് രാജാവ് വന്ന് നിക്കാഹിനിരുന്ന് മന്ത്രിയും വന്ന് നമ്മുടെ ഹക്കീം സാഹിബ് വന്ന് നിക്കാഹിനിരുന്ന് രണ്ടാളെ കൈ ഒന്നിപ്പിച്ചിട്ട് ഒരാള് ഖുതുബ ഓതി, പിന്നെ ഒരാൾ ബർക്കത്തിന് പറഞ്ഞു കൊടുത്ത് രണ്ടാൾക്കും സീഗ പറയാൻ അറിയും, പക്ഷേ ബർക്കത്തിന് വേണ്ടി പറഞ്ഞു കൊടുത്തു. അവിടേക്ക് എല്ലാ സിമ്മും ഓഫായി തീർന്നു.
നിക്കാഹ് കഴിഞ്ഞ് പിന്നെ പുതിയ പെണ്ണിങ് പോലില്ലല്ലോ ആടന്നല്ലേ പാട്ടും കളിയൊക്കെ ആയി രാത്രി സമയത്ത് മണിയറയിലേക്ക് നമ്മുടെ ഹക്കീം സാഹിബ് സുഹൂർ അവർ ഗ്ലാസ് പാളും പിടിച്ചിട്ട് ആ രാത്രിയിൽ മണിയറയിൽ കാത്തിരിക്കുന്നുണ്ട്. കല്യാണ വീട്ടിൽ ഫുൾ ആളുണ്ട്, ആരും പോയിട്ടില്ല. 3 ദിവസമുണ്ട് രാജാവിന്റെ കല്യാണം, മോളെ കല്യാണം. ഹക്കീം സാഹിബ് ഒരു 10:30 മണിയാകുമ്പോ മണിയറക്ക് പോവാ. നല്ല കമ്മീസ് അടിപൊളിയായി, ചന്തത്തിന്റെ ബാലക്കാരനല്ലേ, ഒരു മുസല്ലയും വെച്ചിട്ടാണ് നേരെ മണിയറക്ക് പോകുന്നത്. ഇങ്ങനത്തെ ഒരു പുതിയ ആപ്പിള് നമ്മളെ സദസ്സിലിരിക്കുവോ? മംഗലായിട്ട് പുതിയ പെണ്ണിന്റെ അടുത്ത് പോകുമ്പോ മുസല്ലെടുത്തൊന്നും ഒരു അരങ്ങുണ്ട അത് ഉണ്ടല്ലോ 2-3 നാൾ കയ്യെത്തി അവിടെ മുസല്ലില്ലാണെന്ന്. അപ്പൊ തസ്ബീരിക്കും എല്ലാവരും ചെല്ലില്ലാം കൈക്കൊന്ന് വെച്ചോളൂ. പിന്നെ ഒരു വലിയ തസ്ബിണ്ട് കണ്ടക്ടറിന്റെ കയ്യിൽ ഒത്തിട്ടെടുക്കുന്നുണ്ട്, ചീട്ടെടുക്കുന്നു, ടിക്കറ്റ് എടുക്കുന്നു. തസ്ബീഹെല്ലാം പല സൈസിലുണ്ട്. അത് ഏതോ ചെന്ന് അള്ളാഹ്ക്ക് വേണ്ടിയാണ്. കണക്ക് വെക്കാൻ എന്ത് ചെയ്തെങ്കിൽ മോശമില്ല, ഒത്തിയങ്ങോ തിരിച്ചങ്ങോ എന്തെങ്കിലും മോശമില്ല. അങ്ങനെ ഹക്കീം സാഹിബ് അത് റൂമിലേക്ക് വന്ന് ഇങ്ങനെ വരുമ്പോ സുഹൂറാടിക്ക് തലയിട്ടിട്ടതാ വന്ന്, റബ്ബേ ഞാൻ എങ്ങനെ നോക്കും? ആ പ്രകാശമേറിയ മുഖം നോക്കി എന്റെ കണ്ണ് പൊട്ടൂലേ, ഞാൻ എങ്ങനെ നോക്കും? നേരെ വന്നിട്ട് ഹക്കീം സാഹിബ് അസ്സലാമു അലൈക്കും. നാണക്കടായിട്ട് സലാല്ല ചലാ സുഹറ പാലിങ്ങത സുഹറ പാല് കൊടുത്ത് അടിക്ക് നോക്കിട്ട് ഹക്കീം സാഹിബ് കുടിച്ച് നീ കുടിച്ചോ? റഹ്മാനായ തമ്പുരാൻ സിറാന്റെ പള്ളിക്ക് വന്നിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു പുതിയ ആപ്പിള് ദുനിയാവിലുണ്ടോ? എന്റെ ഭർത്താവ് എത്ര നല്ല ആളാ. മണിയറയിൽ പോലും 2 റക്അത്ത് നിസ്കാരം. ഇത്ര സുന്ദരിയായ നല്ല പെണ്ണ് കിട്ടിയതിനു വേണ്ടി മണിയറയിൽ അല്ലാഹുവിന് വേണ്ടി 2 ശുക്റിന് സുജൂദ് ചെയ്യാൻ വേണ്ടി ആയിരിക്കാം, ശുക്റിന് സുജൂദിന് വേണ്ടി ആയിരിക്കാം. ഖിബ്ല ഈ ഭാഗത്താ. ഇയാള് മുസല്ല വിരിച്ചിട്ട് അസ്സല്ലി സുന്നത്ത് സുബൈ ബാങ്ക് വരെ അല്ലാഹു അക്ബർ. 3 റക്അത്ത് 10 റക്അത്തല്ല, സല്ലി സുന്നത്ത് സുബൈ ബാങ്ക് വരെ അല്ലാഹു അക്ബർ എന്ന് നിസ്കാരായിരിക്കുമല്ലേ. ഓളിങ്ങനെ കാത്ത് ഒളിച്ചിരിക്കുന്ന ഇയാളെ നിസ്കാരം കണ്ടിട്ട് ഇയാൾ ഇപ്പൊ കുലു അല്ലാഹ് ഇന്നകത്തേന് ഞമ്മ തറാബി നിസ്കരിച്ചു പോലെ നിസ്കരിച്ചിട്ട് ഇപ്പൊ വരും. ഇയാളോടൊക്കെ ഫാത്തിഹ കഴിഞ്ഞ ഇയാള് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലിഫ് ലാം മീം അൽ ബഖറ സൂറത്ത് ഓള് നോക്കിയിട്ട് റൂമിന്റെ ബാദർ അടിച്ചിട്ടില്ല, ചെറുക്കു ഇട്ടിട്ടില്ല, പട്ടു സാരിയോടുകൂടെ കടന്നിട്ട് വാടന്നെ ഉറങ്ങിട്ട് കൂർക്കെ വലിച്ച് ഇയാളെ നിസ്കരിച്ചെന്നെ. സുബൈക്ക് 3 മണിക്ക് തന്നെ അമ്മായി എണിച്ചിട്ട് തണ്ണിയെല്ലാം ചൂടാക്കിട്ട് മോളെ വിളിക്കാൻ വന്നത്. സുബൈ വാങ്ങായിട്ടപ്പോ മോളെ മുട്ടമ്മ ബാദൽ ഓപ്പൻ. മോള് കടന്നിട്ടുണ്ട്. ഇയാള് അസ്സലാമു അലൈക്കും യാ അമ്മായി, അസ്സലാമു അലൈക്കും. ഇങ്ങനെ ആയി പുതിയ ആപ്പിള് നിസ്കരിച്ചിട്ടായിട്ടാ നിസ്കരിച്ചിട്ടായിട്ട്. അപ്പോ അവിടെ എന്തിനാ ജാവ് കെട്ടിയത്? ഇപ്പൊ മുട്ട് മതിരി നിന്റെ കളവും. അമ്മായി ചൊന്നിട്ട് അങ്ങനെ നേരെ ഉമ്മ ചെന്ന് പോയി. 3 ദിവസം ഇതേപോലെ. 4ാമത്തെ ദിവസം ഇവൾ തീരുമാനിച്ച് എന്റെ മാപ്പിള നല്ല ആളാ, ഇയാളെ ആധാർ കാർഡ് അഡ്രസ് ഒന്നും ഇല്ലല്ലോ പണ്ട്, ഇയാള് വേറെ നാട്ടിൽ കെട്ടിന അല്ലെങ്കിൽ ആരെങ്കിലും കെട്ടാൻ ചെല്ലിന. ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടല്ലേ എന്നെ മങ്ങലായത്, എന്തായിരിക്കുമെന്ന് ദുഃഖത്തോടുകൂടെ 3ാമത്തെ രാത്രി ഹക്കീം സാഹിബ് വരലോടുകൂടെ ഇവൾ ഒറ്റ പിടി. മുഖം നോക്ക്, എന്തിനാ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്? എന്തിനാ ചെയ്യുന്നത്? അപ്പൊ ഹക്കീം സാഹിബിന്റെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നു. നിങ്ങൾ കരയരുത്, എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എന്തുണ്ടെങ്കിൽ എന്നെ പറഞ്ഞോ. വല്ലാഹി സുമ്മ വല്ലാഹ്, ഞാൻ ആരോടും പറയാം.